നിങ്ങള് ഇ ഡി എന്നെ പിടിക്കുന്നു പുറത്ത് നിങ്ങളല്ല കേട്ടോ, സോറി, UDF അല്ല, ഇ ഡി എന്നെ പിടിക്കുന്നു പറഞ്ഞ് നടക്കുകയല്ലേ ഇടിയുടെ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയോ എനിക്കാ. എന്നത് ചങ്ങാതി, ഈ ഇ ഡി 2 വർഷമായിട്ട് നടക്കുക. അവരിത് എങ്ങനെയെങ്കിലും തലയൂരാൻ വഴിയുണ്ടെന്ന് നോക്കണേ. ബി ജെ പി ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പൊക്കെ അവസാനിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് ഭരണം കൊണ്ടുവരാനാണ്. അപ്പം ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം എങ്ങനെ അട്ടിമറിക്കുന്നത് കണ്ടല്ലോ. ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത ഫാസിസ്റ്റുകൾ ഇവിടുത്തെ ജനാധിപത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. പാർലമെന്റ് വിമർശിച്ച് ഉടനെ പുറത്താക്കും. അല്ല, ഞാൻ പറഞ്ഞത് അല്ല അത്. അപ്പം ഇവിടെ ഈ രാജ്യ അടിമത്തത്തിലായിരുന്നു നൂറ്റാണ്ടുകൾ. അന്ന് ഈ രാജ്യത്തിന് ദേശസ്നേഹവും ആവശ്യമുണ്ടായിരുന്നു. ജനങ്ങളെ അന്ന് ഇവരുടെ ആരുടെ ഒരു സംഭാവന ഇല്ലായിരുന്നു. അന്ന് ആ സമര രംഗത്തുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തര ഭാരതം കെട്ടിപ്പടുത്തുന്ന കോൺഗ്രസ്സാണ്. അന്ന് മൻമോഹൻ സിംഗ് അധികാരം ഒഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പുരോഗതി പ്രാപിക്കുന്ന രാഷ്ട്രമായിട്ടാണ്. പിന്നെ ഭരണം മുഴുവൻ കോർപ്പറേറ്റുകൾക്കും വൻകിടക്കാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയായി പോയി. സാധാരണ ജനങ്ങൾ വിസ്മരിക്കപ്പെട്ടു. അതാണ് ഈ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ബി ജെ പിയെ ഞങ്ങളാണല്ലോ സംസാരിക്കുകയല്ലോ. ഞങ്ങൾ റിട്ടറായി ഞങ്ങൾ മുഴുവൻ എംപിമാരും ഒരുമിച്ച് പോയി ധനകാര്യമന്ത്രിയെ കണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇരുന്ന് ഞങ്ങൾ കൊടുത്ത നിവേദനം അതിന്റെ കോപ്പി തരാം, നിങ്ങൾ വായിച്ചു നോക്ക്. എനിക്ക് പറയാനുള്ള ഇതാണ്, UDFന്റെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കഴിഞ്ഞപ്പോഴത്തെ പാർലമെന്റ് സമ്മേളനം UDFന്റെ ദേശസ്നേഹം, ഫാസിസ്റ്റ് വിരോധം ഇതൊക്കെ കേരളത്തിന്റെ അതിർത്തി വരുമ്പോ അവസാനിക്കും. നിങ്ങള് ഇ ഡി എന്നെ പിടിക്കുന്നു പുറത്ത് നിങ്ങളല്ല കേട്ടോ, സോറി, UDF അല്ല, ഇ ഡി എന്നെ പിടിക്കുന്നു പറഞ്ഞ് നടക്കുകയല്ലേ ഇടിയുടെ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. കേജ്രിവാളിനെ നിന്ന് ഇവിടത്തെ സ്ഥാനാർത്ഥി എന്നെ ഇവിടത്തെ ഒരു ക്യാമ്പയിൻ പോയിന്റ് ഇ ഡി പിടിക്കും. അതങ്ങനെ വർത്താനുണ്ട്. ഭയോ എനിക്കാ. എന്നത് ചങ്ങാതി, ഈ ഇ ഡി 2 വർഷമായിട്ട് നടക്കുക. അവരിത് എങ്ങനെയെങ്കിലും തലയൂരാൻ വഴിയുണ്ടെന്ന് നോക്കണേ. അതാണ് സിറ്റുവേഷൻ. കാരണം എന്താ ചെയ്ത തെറ്റെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ വിമർശനം പറയുന്നത് എന്താ, ഇത് നിൽക്കട്ടെ, കേരളത്തിൽ ഇ ഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും കാര്യത്തിൽ വിരോധം പറയുന്നുണ്ടോ? ആ പറഞ്ഞ ഈ ഇ ഡി വിരോധമൊക്കെ കേരളത്തിന്റെ അതിർത്തി വരുമ്പോൾ അവസാനിക്കും. ഇവിടെ നിങ്ങൾ ഇ ഡിയോടൊപ്പം ഞങ്ങളെ അത് അങ്ങനെ പറയരുത്. കാരണം ഇന്ത്യയില് ഈ പീഡനം അനുഭവിക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞങ്ങളുടെ പീഡനം ഞങ്ങളെ പാവപ്പെട്ട പ്രവർത്തകർ പിരിച്ചു കൊടുത്ത മെമ്പർഷിപ്പിന്റെ ഫീസ് പോലും ഒരു ഇത് ചെയ്തു. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു 10 റൈഡ് അവന്റെ വീട്ടിൽ നടക്കും. മറുവശത്ത് കോടാനുകോടി ഉറുപ്പികയുടെ വലിയ പ്രവാഹം നടക്കുകയാണ്.